ഞാൻ റീസെന്റ് കണ്ട ഒരു തെലുങ്ക് കോർട്ട് റൂം ഡ്രാമ മൂവിയാണ് കോർട്ട് സ്റ്റേറ്റ് വ്യൂസ് ആൻഡ് നോബഡി. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു മൂവിയാണ്. പക്ഷേ ഈ ഒരു മൂവി സംസാരിക്കുന്ന കോണ്ടന്റ് അത്രമാത്രം ഇമ്പോർട്ടന്റ് ഉള്ള ഒരു കാര്യം തന്നെയാണ്. കാരണം ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ നമ്മൾ ഒരുപാട് കാണുന്നതും കേൾക്കുന്നതായിട്ടുള്ള ഇവന്റ്സും കാര്യങ്ങളൊക്കെ റിലേറ്റ് ചെയ്തിട്ടാണ് സിനിമയിൽ ഒരു കണ്ടന്റ് മുന്നോട്ട് കൊണ്ടുപോയിരിക്കുന്നത്. ആൻഡ് ഈ ഒരു മൂവി ഇഷ്ടപ്പെടാനുള്ള മെയിൻ റീസൺ അല്ലെങ്കിൽ ഈ ഒരു മൂവിയുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്ന ഈ ഒരു മൂവിയുടെ പ്രസന്റേഷൻ തന്നെയാണ്. കാരണം ഒരു കോർട്ട് റൂമിന്റെ അകത്ത് എങ്ങനെയാണോ കാര്യങ്ങളൊക്കെ നടക്കുന്നത് പക്കയായിട്ടാണ് സിനിമയിൽ കാണിച്ചിരിക്കുന്നത്. ഒരു ജഡ്ജിന്റെ മുമ്പിൽ എങ്ങനെയാണ് ലോയ്സ് നിൽക്കുന്നത്, ലോയ്സ് എങ്ങനെയാണ് സംസാരിക്കുന്നത്, എങ്ങനെയാണ് കേസ് അവർ ഹാൻഡിൽ ചെയ്യുന്നത്, എങ്ങനെയാണ് അവിടുത്തെ ഇവന്റ്സ് പോയിരിക്കുന്നത്, അതൊക്കെ എങ്ങനെയാണ് റിയൽ ലൈഫിൽ നടക്കുന്നത് എക്സാക്ട്ലി അതുപോലെയാണ് ഈ സിനിമയിൽ കാണിച്ചിരിക്കുന്നത്. അല്ലാതെ ആ ഒരു സിനിമ ഫുള്ള് ഭയങ്കര ത്രില്ലിംഗ് ആയിട്ടുള്ള ഭയങ്കര എൻഗേജിംഗ് ആയിട്ടുള്ള അല്ലെങ്കിൽ ആ ഒരു മൂവിയുടെ ക്ലൈമാക്സ് പോർഷനിലൊക്കെ വരുമ്പോൾ ഭയങ്കര ട്വിസ്റ്റ് ആൻഡ് ടേൺസ് ആയിട്ട് ആ ഒരു ജഡ്ജിന് മുമ്പിൽ ഭയങ്കര മാസ് ആയിട്ടുള്ള കുറെ ഡയലോഗ്സും ഒക്കെ അടിച്ച് ഒരു എൻഗേജിംഗ് ഫാക്ടർ കൊണ്ടുവന്ന് അങ്ങനെയൊന്നും അല്ല സിനിമ കൊണ്ടുവരിക്കുന്നത്. വളരെ സിമ്പിൾ ആയിട്ട് എങ്ങനെയാണോ കാര്യങ്ങളൊക്കെ നടക്കുന്നത്, എങ്ങനെയാണോ ഒരു പക്ക കോർട്ട് റൂം അല്ലെങ്കിൽ ഒരു കേസ് എങ്ങനെയാണോ ഹാൻഡിൽ ചെയ്യുന്നത് എല്ലാം പക്കയായിട്ടാണ് സിനിമയിൽ കാണിച്ചിരിക്കുന്നത്. ആൻഡ് ഈ ഒരു മൂവിയുടെ സ്റ്റോറി എന്ന് പറയുന്ന ഒരു പോസ്കോ കേസാണ്. ഒരു കൊച്ചു പയ്യൻ പോസ്കോ കേസിൽ അറസ്റ്റ് ആവുകയും പിന്നീട് അവൻ ഫേസ് ചെയ്യുന്ന ഇവന്റ്സ് ആ ഒരു കോർട്ടിന്റെ അകത്ത് ഈ കേസ് എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യുന്നത് അല്ലെങ്കിൽ എങ്ങനെയാണ് ഇവന്റ്സ് ഒക്കെ നടന്നു പോകുന്നതാണ് സിനിമ സംസാരിച്ചിരിക്കുന്നത്. ആൻഡ് അതിന്റെ കൂടെ പാരലായിട്ട് ഒരു ലവ് സ്റ്റോറിയും കൂടെ സിനിമ സംസാരിക്കുന്നുണ്ട്. അത് വളരെ നൈസ് ആയിട്ടുണ്ടായിരുന്നു. അപ്പൊ നിങ്ങൾ ആലോചിക്കുക എങ്ങനെയാണ് ഒരു കോർട്ട് റൂം ഡ്രാമയിൽ ലവ് സ്റ്റോറിയും കൂടി വരുന്നത്. വളരെ നൈസ് ആയിട്ടാണ് അത് എക്സിക്യൂട്ട് ചെയ്തിരിക്കുന്നത്. ഈ ഒരു കോർട്ട് റൂം ഡ്രാമ ആ ഇവന്റ്സ് ഒക്കെ നടക്കാനുള്ള മെയിൻ റീസൺ എന്ന് പറയുന്നത് ഈ ലവ് സ്റ്റോറിയാണ്. സോ ആ ഒരു രണ്ട് കാര്യങ്ങൾ വളരെ ബാലൻസ് ചെയ്ത് തന്നെ സിനിമ മുന്നോട്ട് കൊണ്ടുപോയിട്ടുണ്ട്. അത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് എടുത്ത് പറയുന്നില്ല, നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. പക്ഷെ ആ ഒരു ഇവന്റ്സ് ഉണ്ടല്ലോ, ആ ഒരു കോർട്ട് റൂം ഡ്രാമ ആയാലും ശരിയാവും ലവ് സ്റ്റോറി ആയാലും അതിലെ ഓരോ എക്സിക്യൂഷനും അതിലെ ക്യാരക്ടേഴ്സും അതിലെ ഇവന്റ്സും എല്ലാം നൈസ് ആയിരുന്നു. എസ്പെഷ്യലി പ്ലേസ്മെന്റ് ഈ രണ്ട് ഇവന്റ്സും കോർട്ട് റൂം ആയാലും ശരി ലവ് സ്റ്റോറി ആയാലും ഇതിന്റെ പ്ലേസ്മെന്റും അതിനെ കണക്ട് ചെയ്യുന്ന കാര്യങ്ങളും എല്ലാം അടിപൊളിയായിരുന്നു. കാരണം വേറൊന്നുമല്ല, ഈ ഒരു മൂവി സംസാരിക്കുന്ന ഒരു ടോപ്പിക് അല്ലെങ്കിൽ ആ ഒരു കണ്ടന്റ് നമ്മുടെ നാട്ടിൽ ഒരുപാട് കാലമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അല്ലെങ്കിൽ നമ്മൾ അതേ കാര്യം പല മൂവീസിലും പല രീതിയിൽ കണ്ടിട്ടുള്ള ആൾക്കാരാണ്. പക്ഷെ അത് ഈ ഒരു സിനിമയിൽ വരുമ്പോൾ വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് വളരെ സിമ്പിൾ ആയിട്ടാണ് പറഞ്ഞു പോകുന്നത്. പക്ഷെ പറയുന്നത് വളരെ സിമ്പിൾ ആയിട്ടാണെങ്കിലും ആ ഓരോ സീക്വൻസിനും അത്ര വാല്യൂ അല്ലെങ്കിൽ അത്ര ഇമ്പോർട്ടൻസ് ഉണ്ട് ഈ സിനിമയിൽ കാണിച്ചു പോകുന്നത്. അതിപ്പം ഇവന്റ്സ് ആയാലും ക്യാരക്ടേഴ്സ് ആയാലും അവരുടെ പ്രസന്റേഷൻ ആയാലും അല്ലെങ്കിൽ അവർ കടന്നു പോകുന്ന സിറ്റുവേഷൻ ആയാലും അല്ലെങ്കിൽ അത് എന്തുകൊണ്ടാണ് നടക്കുന്നത്, അതിന്റെ സൊല്യൂഷൻ എന്താണ്, അതിനി എത്ര കാലം കഴിഞ്ഞാലും ഇത് ഇവിടെ തന്നെ കാണും. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ആരൊക്കെ എന്തൊക്കെ ചേഞ്ച് ആയി എന്ന് പറഞ്ഞാലും ഈ ഒരു കാര്യമൊക്കെ ഇവിടെ ഭൂമിയുള്ള കാലം അല്ലെങ്കിൽ മനുഷ്യരുള്ള കാലം വരെ നിലനിൽക്കും എന്നുള്ള ഒരു കണ്ടന്റ് വളരെ സിമ്പിൾ ആയിട്ടാണ് സിനിമയിൽ സംസാരിച്ച് പോയിരിക്കുന്നത്. ആൻഡ് അതുപോലെ തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം പെർഫോമൻസ് ആണ്. ഈ ഒരു മൂവിയിൽ ലീഡായിട്ട് ചെയ്തിരിക്കുന്ന രണ്ടുപേരും അവർ അടിപൊളിയായിട്ട് തന്നെ സിനിമയിൽ പെർഫോം ചെയ്തിട്ടുണ്ട്. സോ എന്തായാലും ചെക്ക് ചെയ്ത് നോക്കുക. നമ്മൾ സ്ഥിരമായിട്ട് കാണുന്ന ഒരു കോർട്ടൂൺ ഡ്രാമ പോലെ ഭയങ്കര രീതിയിൽ എൻഗേജിംഗ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു പോയിന്റ് കഴിയുമ്പോൾ ഭയങ്കര മാസ് ഡയലോഗ്സും മാസ് ബീജിയംസും കുറെ ട്വിസ്റ്റ് ആൻഡ് ടേൺസ് ഒക്കെ വന്ന് എൻഡ് ചെയ്യുന്ന അങ്ങനത്തെ സിനിമയല്ല. ആ ഒരു ടെംപ്ലേറ്റിനെ ബ്രേക്ക് ചെയ്തിട്ടുള്ള ഒരു മൂവിയാണ്. വളരെ സിമ്പിൾ ആയിട്ടാണ് മുന്നോട്ട് കൊണ്ടുവരിക്കുന്നത്. ഒരു പോയിന്റ് കഴിയുമ്പോൾ കാര്യങ്ങളൊക്കെ നമുക്ക് പ്രിഡിക്റ്റബിൾ ആണെങ്കിലും ആ ഒരു ഇവന്റ്സ് വരെ അത് കൊണ്ട് എത്തിക്കുന്നത് അല്ലെങ്കിൽ ആ ഒരു കേസ് സോൾവ് ചെയ്യുന്നതും അതെല്ലാം വളരെ നൈസ് ആണ്. ആ ഒരു സിനിമയുടെ സ്റ്റാർട്ടിംഗ് തൊട്ട് എൻഡ് വരെ എല്ലാം വളരെ സിമ്പിൾ ആണ്. അല്ലാതെ ഭയങ്കര എൻഗേജിംഗ് ആയിട്ട് അല്ലെങ്കിൽ ഭയങ്കര എന്ത് പറയാ നമ്മൾ സ്ഥിരമായിട്ട് കാണുന്ന മൂവീസിലൊക്കെ പോലത്തെ ഒരു ത്രെഡോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സ്റ്റോറി ടെല്ലിങ്ങോ ഒന്നും അല്ല. പക്ഷേ ഓവറോൾ നോക്കുമ്പോൾ ഒരു നൈസ് എക്സ്പീരിയൻസ് ആണ് ഈ ഒരു മൂവി തരുന്നത്. സോ എന്തായാലും ചെക്ക് ചെയ്ത് നോക്കുക. ഈ ഒരു മൂവി നെറ്റ്ഫ്ലിക്സിൽ അവൈലബിൾ ആണ്. തെലുങ്കിലുണ്ട്, ബാക്കിയുള്ള എല്ലാ ലാംഗ്വേജിലുണ്ട്, മലയാളം, തമിഴ് എല്ലാത്തിലുണ്ട്. സോ എന്തായാലും കണ്ടു നോക്കുക. ഓൾറെഡി ഈ ഒരു മൂവി കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ ഒപ്പീനിയൻസ് എന്താ വെച്ചാൽ കമന്റ് ചെയ്യൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. ഇതുപോലത്തെ കൂടുതൽ വീഡിയോസിന് ആ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക് യു സോ മച്ച്.